ഇന്ന് ഞങ്ങളേ പടുകൂട്ടാൻ ഉണ്ടാക്കിയില്ലേ. അപ്പോൾ ഈ പടുകൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കിയത് നമുക്കൊന്ന് കണ്ടാലോ? അല്ലേ വീടിന്റെ ബാക്കിലാണ് അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. താളും ഉണ്ട്. അത് അവിടുത്തെ കയറിയിട്ട് എടുക്കണം കേട്ടോ. നമുക്ക് എടുത്ത് തന്നാലോ? എടുക്കാല്ലേ? അപ്പം നമുക്ക് എടുത്തിട്ട് കാണാം കേട്ടോ. ഇതിലിറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ അപ്പുറത്ത് കൂടെ വരികയാണ്. ഇത് ഈ വെള്ളം ഒലിച്ച് പോകണില്ലേ? ഇത് നമ്മളെ കിണർത്തെ വെള്ളമായി നിറഞ്ഞിട്ട് പോവുക കേട്ടോ. മഴ പെയ്ത് നിറയുമ്പോൾ ഇങ്ങനെ ഈ കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരും. അക്കു വാ, വേ വാ, അമ്മ എടുക്കാം. സിറ്റ് അത് എടുത്തോ. ഇനി നമുക്ക് അരിയണം അല്ലേ? അരിയുന്നതൊക്കെ കാണാം കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് ഇടക്കൊക്കെ. പക്ഷെ ഇനി വീഡിയോയിൽ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പടുക്കൂട്ടം ഉണ്ടാക്കാൻ ഇതൊക്കെ പൂളുണ്ട്, പിന്നെ താളുണ്ട്, കർമൂസ ഉണ്ട്, ഇതൊക്കെ മേമ മത്തൻ്റെ നന്നാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇതാണ് പടുക്കൂട്ടാനാണ്. എന്തേലൊക്കെ പറയും. നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കലുണ്ടോ അങ്ങനത്തെ? ഇതിൽ കുരുല്ല, പക്ഷെ ഇവിടെ ചെറുതായിട്ടൊക്കെ പഴുപ്പ് വരുന്നുണ്ടല്ലേ. സാരല്ലേ, അവിടെ അങ്ങനെ ചെത്തില്ല. തൊലി കണ്ടോ? മുത്തുവിന്റെ വീട്ടില് ചെരവാടും, ചീനച്ചട്ടിന്റെ ചെവി ആടും. ഇപ്പൊ ഇതൊക്കെ കത്തി ആടിയോട്ടാ. ഞങ്ങൾ പടുകൂട്ടാനുള്ള പച്ചക്കറി ഇത് സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിന്. അത് കഴുകിയിട്ട് വേണം ഞങ്ങൾക്കത് അരിയാൻ അല്ലേ? വരി, എല്ലാവരും വരി. ഈ കഴുകിക്കൂട്. ഞാൻ ഇവിടെ ഇരിക്കാം. എല്ലാം ആയിട്ടില്ല വിളിച്ചാൽ മതി. എല്ലാം ആയിട്ട് വിളിച്ചാൽ മതി. ഇത് ഞങ്ങള് തേങ്ങ ചതക്കാണ്ട് വെക്കുമല്ലോ അല്ലേ പടുകൂട്ടാൻ, അതിലിടാനാണ് കാന്താരി മുളക്. അപ്പോൾ ചേച്ചി തക്കിന് സാധനങ്ങളൊക്കെ കഴുകുകയാണ്. താളിതിലിട്ടിന് എന്താ പൂള ഇതിൽ കൊള്ളിടോ. ചെറിയ കുക്കർ താവൂല്ലേ? ആ, താള് വേകുമ്പോൾ താവൂലേ? നമുക്ക് ഇതല്ലേ മുറിക്കാണ്ട്. ഇതെന്താ പൂള മുറിക്കലോ? ഇതേ മുറിക്കുമ്പോണ്ട് സിത്തു തിന്നണ് പച്ച. അതല്ലെങ്കിലും പൂള മുറിക്കുമ്പോൾ അതിനൊരു തിന്നറിഞ്ഞ ഒരു രസമല്ലേ? ഇപ്പൊ മേലെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കലേ. മഞ്ഞൾ നമുക്ക് തേങ്ങയിലിടാം. എത്ര ഒഴിക്കണം? ഒരു ഗ്ലാസ് ഒഴിച്ചാൽ മതിയോ? ഒരു ഗ്ലാസ് മതിയോ? ഗ്ലാസ് മതിയാവും. ഒഴിച്ചോ? ഒഴിക്കലേ. വരുന്നില്ലോ കൂട്ടാൻ കഞ്ഞിയാവിടോ. അയ്യോ, എത്ര വിസിലാണ്ടേ? ഞാനൊരു 2 3 കാക്കല് 4 കാണോ? അപ്പൊ ഒന്നായിട്ടല്ലേ അരിഞ്ഞു പോകും. നമുക്കൊരു 3 ആക്കാം. എന്താ കുഞ്ഞു പണി? ഞങ്ങൾ ആനപ്പാട്ട് കാണാലേ. ഞാനേ ഇതെടുത്തിട്ട് ഹായ് കൊടുത്താ. തേങ്ങ കുഞ്ഞു ഹായ്. ഹായ് കൊടുത്ത നിങ്ങളെവിടെ പോണേ? തേങ്ങ പൊളിച്ചരുവോ? അയ്യടാ, പാരുണ്ടെങ്കിൽ പൊളിച്ചരാ. പാരല്ലേ? പാര മുകളിലുള്ളത്.
ഇതേ ഈ തേങ്ങ പൊളിക്കൽ തന്നെ വലിയ ടാസ്ക് കേട്ടോ. ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സമയത്തേ തേങ്ങ പൊളിക്കാൻ അറിയില്ല. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലത്തെ ഏട്ടനെ പൊളിച്ചു തരില്ല. അപ്പൊ ആ ഏട്ടൻ പറയും, ഈ വാവ പറയുമ്പോ ഇങ്ങനെ അറിയും, പടച്ചോനെ ഈ വാവ തേങ്ങ വരെ പൊളിക്കാൻ കഴിയാത്ത കുട്ടീനെയാണോ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് അറിയും. എന്നിട്ട് അത് പറഞ്ഞിട്ട് ഇടക്കിടക്ക് കളിയാക്കും കേട്ടോ. പക്ഷെ എല്ലാ പണിയും പഠിച്ച് ഇത് മാത്രം ഇപ്പോഴും വല്ലാ കഴിയണില്ല. അപ്പൊ നമുക്ക് സാവകാശം പൊളിച്ചു തുടങ്ങാം അല്ലേ? പൊളിച്ചോ കണ്ടില്ല മുത്തിന്റെ പറയാൻ നല്ല സുഖല്ലേ. ഞാന് ചെരുപ്പൊക്കെ നല്ല കഴുകി കൊണ്ടിട്ടോ എത്തിയാല് ഇവനിത് ചവിട്ടി കൂട്ടും. അത് ഞങ്ങളല്ല കേട്ടോ, കുട്ടികള് ഇപ്പൊ ഈ ചവിട്ടിയതാണ് എന്റെ കുഞ്ഞാവേ. ഇതൊക്കെ കുട്ടികളെ പറയണോ? ഞാൻ 10,000 കൊത്ത് വെക്കണം കയ്യിലെങ്ങനെ പൊളിക്കാന്. ചേരട്ടായാലും പൊട്ടിയോ? ഇവിടെ ജീവൻ വേണ്ടവരൊക്കെ വിട്ടുന്നോളി. ഇവിടെ 2-3 ഏട്ടൻ പൊളിച്ചതല്ല. പിന്നെ ഇവിടെ അങ്ങനെ തേങ്ങ ഇല്ല. ഇതിപ്പോ ഓളെ വീട്ടിൽ നിന്ന് 2 ദിവസം മുന്നേ കൊണ്ടുവന്നു. പോയോ? ഈ പാര വന്നാ പിന്നെ എങ്ങനെ പൊളിക്കണൊക്കെ. പിന്നെ അത് ഇവിടെ തേങ്ങ ഉണ്ടാവില്ലടോ. സൂപ്പർ മാർക്കറ്റിൽ വാങ്ങലാണ്. കോളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ലതായ മതിയായിരുന്നു. എടുത്തിട്ടാ ഒരു വിധത്തിലാണ് പൊളിച്ചു കേട്ടോ. ഏടോ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ തന്നെ ആവും. തേങ്ങ ഇത് എത്ര വെട്ട് വെട്ടിയാലും കല്ലുമട്ട കുത്തണാവും നല്ലതില്ലേ. ക്ലാസ്സിൽ വെച്ചോ. മധുരണ്ടോ? അതല്ല മധുരം ഉണ്ടാക്കണ്ടേ. ഇവിടെ വാവക്കേ കുട്ടികൾക്ക് ഉണ്ടായോണ്ടായിരുന്നു. വാവ ആദ്യം രസണ്ടേ? രസണ്ടേ? ചെറുത് പോരണോ? കഴിഞ്ഞു പോയി. കഴിഞ്ഞു പോയി. തേങ്ങ ചിലവായുള്ള ടാസ്ക് ഇരിക്കുകയാണ് മുട്ടിച്ച് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഞാനിങ്ങനെ നിന്നുള്ള ചിരവലില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇരുന്നുള്ള പഴയ ചിരവല്ലേ അത് കേട്ടോ. അതാകുമ്പോൾ വൃത്തിയുള്ള സുഖം. ഇരുന്ന് ചിരവാനൊക്കെ നല്ല സുഖം. ഞാനൊരു ചിരവ വാങ്ങിയിട്ട് നിങ്ങളെ കൊണ്ട് ചിരവിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ. ഇതേ ഞങ്ങൾ ആദ്യത്തെ അടുക്കളയിൽ ഫിറ്റ് ചെയ്തു കേട്ടോ. അതിന്റെ താഴെയുള്ള സാധനം പൊട്ടി. അതുകൊണ്ടാണ് ചിരവാന്. ഇപ്പൊ നമ്മളെ അടുപ്പത്ത് വെച്ച് കൂട്ടാൻ്റെ വിസിലൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. 3 ആയിട്ട് ഓഫാക്കി ഞങ്ങള്. ധാരാണ് തേങ്ങ എന്നാ വരുന്നത്. കല്യാണത്തിന് മഴ കഴിയട്ടേക്കാ. ഈ തേങ്ങേൻ്റെ കൂടെ നമ്മള് ഇത് അരയ്ക്കാന് എനിക്ക് കാന്താരി, നല്ല ജീരകം, ചെറിയ ഉള്ളി ജീരകം ഇടുവോ? ജീരകം ഇട്ടാൽ ചോയ ഉണ്ടാവില്ലേ? കുറച്ചിടല്ലേ. ചില വെക്കുമ്പോ ജീരകം ഇടലില്ല. അങ്ങനെ അറിയില്ല. ഞാൻ ഇടലുണ്ട്. നമുക്ക് കുറച്ചിടാലും. ഓയ് ഇതിപ്പോ അരയ്ക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. പോവാ ചക്ക അവിടുന്ന്. ഇത് തേങ്ങ, കാന്താരിമുളക്, നല്ല ജീരകത്തിൻ്റെ പൊടിയാണുള്ളത്. ഇവിടെ
ചെറിയ ഉള്ളി അല്ലേ, ചെറിയ ഉള്ളി വെച്ച് കഴുകുകയാണ്. ഇത് നല്ല മഴ പെയ്യാട്ടോ. അപ്പോൾ ഇവിടെ ഷീറ്റ് ഇട്ടുകൊണ്ട് എന്താ ഇതൊന്നും നമ്മളെ സൗണ്ടൊന്നും കേൾക്കൂല. നല്ല മഴയുണ്ട് അല്ലേ. മഴ പെയ്യൊന്നും ഇതാക്കണ്ട ആദ്യം ഒന്ന് കറക്കട്ടെ കേട്ടോ. തേങ്ങ ഇട്ടിട്ടേ ഇങ്ങനത്തെ ഞങ്ങള് പിന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരക്കണൊക്കെ അധികവും മഞ്ഞളിടല്. നിങ്ങളെല്ലാവരും ഇതാണ് ഇളക്കിയാൽ മതി. എന്നിട്ട് കത്തിക്ക് പൂളൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് മത്തൻ്റെ കത്തിക്ക്. താളും പൂളൊക്കെ നല്ല വെന്ത മണക്ക് വരുന്നുണ്ട്. ഇതിൽ മത്തൻ്റെ വരുന്നത് ഓയ് ഫോണ് 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 അമ്മ പിടിക്കാം, അമ്മ പിടിക്കാം. പിടിച്ചു. അവിടെ ഉണ്ടോ ഫോൺ ഇവിടെ ഉണ്ട്. നീ ഈ മത്തൻ്റെ വേവണ വരെ ഇതിൽ നിൽക്കട്ടല്ലേ. ഓയ് താളിക്കുള്ള അരപ്പ് ചേർക്കണേ. ഓയ് കൂട്ടാന് വറവിടാൻ വേണ്ടിയുള്ള ചെറിയ ഉള്ളി അരിയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ വിട്ട സമയത്ത് ഞങ്ങൾക്ക് വന്ന ഒരു കമൻ്റാണ് കേട്ടോ, പ്രേക്ഷകരെ നോക്കി പറയണം അങ്ങനെ. അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ തുടക്കക്കാരല്ല. അപ്പോൾ പ്രേക്ഷകരോട് എന്ത് പറയണം, എങ്ങനെ പറയണം ഞങ്ങൾ അറിയില്ല. ഞങ്ങളിപ്പോൾ ഇതുവരെ പലരുടെയും വീഡിയോസ് കണ്ട പ്രേക്ഷകരാണ്. അപ്പോൾ അവർ നമ്മളോട് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതൊക്കെ ഞങ്ങൾക്കൊക്കെ പഠിച്ച് വന്നിട്ട് വേണം. ഇനി ഇവിടെ നിന്നുള്ള വീഡിയോസിൽ അങ്ങനെ പറയാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കുക. ഇതുവരെ ഞങ്ങളുടേതായ രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ പുറത്ത് ഞങ്ങൾക്ക് വന്ന കമൻറ്റുകളാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ അനുസരിച്ച് ഞങ്ങളുടെ വീഡിയോ മെച്ചപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കട്ടോ. ഓക്കെ വേണ്ട കടിക്ക്. കൂട്ടി തിന്നല്ലേ. അയ്യോ എരുണ്ടോ അക്കോ. നായ എങ്ങനെ വെച്ചുണ്ടാക്കുക? നായ എങ്ങനെ? നായ പൂച്ച എങ്ങനെ? പൂച്ച ബബു എങ്ങനെ? പറയ്. ആന എങ്ങനെ വെച്ചിട്ടാക്ക? ആന അക്കുന എങ്ങനെ കഞ്ഞി കൊടുക്കലേ അറിയോ? ആന എങ്ങനെ വെച്ചുണ്ടാക്കറേ? അപ്പൊ അക്കു അപ്പൊ ഒറ്റ കൊടുക്കല് അക്കുവ. എങ്ങനെ ആന വെച്ചുണ്ടാക്കുക? കാണിച്ചു കൊടുക്കേ. ഇന്നിപ്പോ കൊഞ്ചലാണ്. അക്കുവ രസമുണ്ടോ? അപ്പാപ്പ് രസമുണ്ടോ? അക്കു ഉറങ്ങണത് ഒരു ദിവസം ഞങ്ങൾ വീഡിയോ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. എങ്ങനെ അക്കു ഉറങ്ങലേന്ന് ഇങ്ങനെ തൊട്ടിൽ ഇങ്ങനെ പിടിക്കും. അപ്പോൾ താത്താൻ പറയും. അപ്പോൾ കൈ താത്തും. കണ്ണ് ചുമ്മാറി. അപ്പോൾ കണ്ണു കൂർക്ക് വലിക്കാനുമ്പോൾ
2, 3, 4, 5 കൂർക്ക വലിയോട് കൂടി ഓൻ ഉറങ്ങും. ഒരു 5 ആട്ടലുകൊണ്ട് ഓൻ ഉറങ്ങി കിട്ടും. ഏത് സമയത്ത് കുറുമ്പാട്ടുമ്പോ ഒക്കെ നമുക്ക് എടുത്തിട്ട് തൊട്ടിലിട്ട് 2 ആട്ടം ആട്ടിയാൽ ഒരു ദിവസം ഒരു നേരം ഉറങ്ങുള്ളൂ കേട്ടോ. കാക്കനാട്ടതാണ്. എന്താ കുട്ടികളെ വണ്ടി വന്നതാട്ടോ. ഇതാണ് ഓരോ സത്താറാക്ക വീഡിയോ എടുക്കണ കണ്ടിട്ടേ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങൾ കുറേ വിളിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ തിരിയൂലെന്ന് പറഞ്ഞത്. പിന്നെ ഇവർ ഇറങ്ങുമ്പോൾ കുറേ നേരം ഇത് അടിച്ച് നുള്ളിപ്പിച്ച് മാന്തിയിട്ടൊക്കെയാണ് ഇറങ്ങി വരിക. ഇതാ നമ്മളെ ചിന്നു വരുന്നുണ്ട് കേട്ടോ. ചിന്നു ക്ലാസ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ വീഡിയോ എടുക്കണായിട്ട് ചിരിച്ച് വരികയാണ്, ഹായ് പറയും. ചിന്നുവൊന്ന് കാട്ടി കൊടുക്കി. ചിന്ന ബാഗ് വെച്ച് പണിയിൽ ഏർപ്പെട്ടോ. അങ്ങനെ കൂട്ടാൻ നമുക്ക് വറവിടാം. മത്തൻ്റെ എവിടുന്നാന്ന് ചോദിക്കി. ഞങ്ങളെ തൊടിയത്തെ കട്ടെടുത്ത് മതിടോ. വെളിച്ചെണ്ണക്ക് നല്ല വില കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രമായാലും കുഴപ്പമില്ല. കടുകിടല്ലേ. എടി ഉള്ളിയുടെ ഇതെന്താണ് ഇത് അത്ര ചൂടാവില്ല സ്റ്റീലായെങ്കിൽ. കറിവേപ്പില്ല വെളിച്ചെണ്ണ കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്തൊരു വില വെളിച്ചെണ്ണയ്ക്ക്. എന്നെ വില അല്ലേ ഇവിടെ. എന്നിട്ട് ചിന്നു ഏത് നേരം കരിച്ചത് പൊരിച്ചത് രാവിലെ ക്ലാസ്സിൽ പോയിട്ട് വരിക. ചൂടുള്ള കട്ടഞ്ഞായി എങ്ങനെ ഉണ്ടോ? കണ്ടിട്ട് അടിപൊളി. എനിക്ക് തിന്നോക്കട്ടെ. കണ്ടിട്ട് അടിപൊളിയാണെങ്കിൽ തിന്ന് നോക്കാം. ഞമ്മക്ക് ഒരു പാത്രത്തിൽ നിന്നാണ് തിന്നടോ. എല്ലാവർക്കും ആ പ്ലേറ്റിൽ തന്നെ എടുത്താൽ നമുക്ക് എല്ലാവർക്കും ഒരു വിഷയം അല്ലേ? ഒരു പ്ലേറ്റിൽ നിന്ന് തിന്നല്ലേ? പണ്ടൊക്കെ അപ്പം അങ്ങനെയല്ലേ തിന്നുന്നില്ല എല്ലാവരും. ഉള്ളത് കൊണ്ട് പോലെ സ്പൂണാണല്ലോ. കയ്യോണ്ട് തന്നെ കയ്യുണ്ട്. രസമുണ്ടോ? അരി ഉണ്ടാക്കുക. രസമുണ്ടോ? സൂപ്പർ. രസമുണ്ടോ കളിക്കൂട്ടം ഉണ്ടാക്കിയത്? താളും മത്തൻ്റെ എല്ലാം ആ ടേസ്റ്റും ഒക്കെ ഉണ്ട്. ആ ടേസ്റ്റ് ഉണ്ട്. സൂപ്പറായിട്ടില്ല.
വേണ്ടി തരുവാ വാ അല്ലേ വാ പക്ഷെ ഉണ്ടാവും ആ സുന്ദരി കണ്ടെത്തതില്ലേ നമ്മിമോള് വാ അതൊക്കെ അതൊക്കെ ഇഷ്ടായോ അല്ലി അല്ലിക്ക് വേണ്ട അല്ലി അത് ഇഷ്ടായില്ല നല്ല ഇഷ്ടായി അപ്പൊ എരിവൊന്നും ഇല്ലാത്തോളം അധികേ കുട്ടിക്ക് എടുത്താ ചോദിക്കും അതാ അവിടെ തന്നെ വെക്കാലോ അങ്ങനെ ഇന്ന ഓയ് സൂപ്പർ എങ്ങനെ സൂപ്പറാണ് സൂപ്പർ സംഭവം സൂപ്പർ അതിന് ചിലപ്പോ എരിയുണ്ടാവുള്ളൂ എരിയുണ്ട് കുഞ്ഞു സൂപ്പർ വാന ഫിനിഷ് ഫിനിഷ് അങ്ങനെ പടുകൂട്ടാനെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തും. അപ്പോൾ അതുവരെ